വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗായ്സ്. അപ്പം ലാസ്റ്റ് നിർത്തിയെന്ന് വെച്ചാൽ മോക്ക് കിട്ടിയ മസിൽസ് എല്ലാം വീക്ക് ആയതുകൊണ്ട് തന്നെ മോക്ക് ഈ പെഗ് ട്യൂബിലേക്ക് മാറ്റിയല്ലോ. അപ്പോൾ ആ ടൈമിൽ മോക്ക് വെള്ളം കൊടുക്കാനൊന്നും പറ്റില്ല. ഈ വെള്ളം ഒരു ഡ്രോപ്പിൽ കൊടുത്ത് കഴിഞ്ഞാൽ മോള് ചുമക്കുമ്പോൾ ആസ്പിറേറ്റ് ചെയ്തിട്ട് അത് ന്യൂമോണിയായിട്ട് മാറുന്നത് കൊണ്ട് ആ മോക്ക് ഒന്നും കൊടുക്കൂല. അങ്ങനെ അപ്പോൾ എല്ലാവരും ചിന്തിക്കും മോളെ തൊണ്ട പറ്റൂലേന്ന്. അപ്പം ഞാൻ ഡോക്ടറോട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ചോദിച്ചു, തൊണ്ട പറ്റൂല ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഫുഡും 3rd അവറിൽ അന്നേരം കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മോളെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവില്ല. മോളെ ബോഡി ഹൈഡ്രേറ്റ് ആകുമ്പോൾ മോൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. അഥവാ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ലിപ്സിന് മാത്രം വെള്ളം ഇങ്ങനെ നമ്മൾ ലിബാവതേക്ക് നടക്കാൻ വെള്ളം തൊടാം. അത്ര പോലും കുട്ടിയുടെ വായിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്താൻ പാടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് ഇമോഷണലായി സംസാരിക്കുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങളെ അറിവിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന രീതിയിലെല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നിരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 70% എങ്കിലും ഈ 100% ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഒരു 70% എങ്കിലും കുട്ടികൾ എന്താക്കണം, ഉയർത്തി കിടത്തണം. അത് നിങ്ങൾ പില്ലോ യൂസ് ചെയ്തിട്ടായാലും അല്ലാതെ വേറെ എന്തെങ്കിലും വഴി, ഇപ്പം കുറച്ച് ഇരിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ചാരി ഇരുത്തിയിട്ട്. ഈ ബെഡഡായ കുട്ടികൾ ഒരിക്കലും ബെഡ് നമ്മൾ കിടക്കുന്ന ആ ഒരു പൊസിഷനിൽ ഒരിക്കലും ഫീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതായത് നമ്മൾ നോർമൽ കുട്ടികൾക്ക് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ചെയ്ത കുട്ടികൾ ആസ്പിറേഷൻ ആവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ എടുത്തിട്ട് കൊടുക്കണമെന്നില്ല പറയാനില്ല കാരണം അതുകൊണ്ടാണ്. മോള് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ 2 പില്ലോ വെക്കും. ഈ 2 പില്ലോ വെച്ച ശേഷം മോൾ കയറ്റി അങ്ങ് കടത്തിയ ശേഷം മാത്രമേ അവർക്ക് ഫുഡ് കൊടുക്കൂ. അപ്പോൾ ഫുഡ് കൊടുത്തപാട് മോളെ ഇറക്കി കിടത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വരും. പാടില്ല. 1 hour എങ്കിലും അവരെ ആ ഒരു പൊസിഷനിൽ അവരെ കിടത്തണം. എന്ന് വെച്ചാൽ നമ്മളെ ഈ സ്റ്റൊമക്കും ഈ ചെസ്റ്റും ഫ്ലാറ്റർ ആകുമ്പോഴുള്ള അതെപ്പോഴും 70 ഡിഗ്രി 90 ഡിഗ്രി, അതായത് ഒന്നെങ്കിൽ സ്ലോപ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ 90 ഡിഗ്രി ആയിട്ട് തന്നെ പൊസിഷനിങ് ചെയ്യണം, നിർബന്ധമാണ്. ഇപ്പോൾ ആസ്പിറേഷണൽ ന്യൂമോണിയ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നല്ല, നമുക്ക് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ കാര്യമായിട്ടുള്ള വീഡിയോകൾ തന്നെ എങ്ങനെയൊക്കെ അവരെ അസുഖങ്ങളിൽ നിന്ന് കുറച്ചും ബെറ്റർ ആക്കാം. അപ്പോൾ ഒരുപാടും നമുക്കതിൽ സർവൈവിപ്പിക്കാൻ ഒരുപാടും ചെയ്യാനില്ലെങ്കിലും ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞാൽ പൊസിഷനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 2 എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അവരെ പുറത്ത് അടിച്ച് നമ്മൾ ഈ ചെറിയ കുട്ടികൾ നമ്മൾ ചെയ്യാറില്ലേ, ആ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ പുറം തട്ടി കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് എപ്പോൾ ഈ ചെസ്റ്റ് ഇൻഫെക്ഷനല്ലേ വരുന്നത് ആസ്പിറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കും കുട്ടികളെ ന്യൂമോണിയ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ എന്താക്കണം എന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിലും ഇതുപോലെ CP ആയിട്ട് ഇതേപോലെ ബെഡഡായ കുട്ടികളെ കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരെന്താക്കണം, ചെസ്റ്റ് ഫിസിയോ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ മോളെ ബാക്ക് സൈഡ് ആണെങ്കിൽ നമ്മൾ ഈ പഫ് ചെയ്തിട്ട് പിടിക്കുക, ഇങ്ങനെ പഫ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുക അവരെ ബാക്ക് സൈഡ്, പിന്നെ അവരെ റിബ്സ്. ഇപ്പം എനിക്ക് ഡെമോ കാണിക്കാൻ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് നമ്മളെ ബാക്ക് സൈഡും നമ്മളെ ഫ്രണ്ട് സൈഡ്, അതായത് നമ്മളെ ഈ വാരിയലിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് ചെസ്റ്റ് ഫിസിയോ ചെയ്യണം. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞ ഡെയിലി ഒരു 3 നേരം വെച്ച് ചെസ്റ്റ് ഫിസിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഓരോ ഡോക്ടർമാരെ കാണുന്നവരും അവർ അഡ്വാൻസ് രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സജഷൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഡോക്ടർമാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ 3% സലൈന അത് യൂസ് ചെയ്തിട്ട് നെബ് കൊടുക്കുക, നെബുലൈസേഷൻ, അതായത് ആവി പിടിക്കുക.
ആവി കൊടുത്തിട്ടാകുമ്പം ആവി കൊടുത്ത ശേഷം ഇതേപോലെ ചെസ്റ്റ് ഫിസിയോ കൊടുക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് എന്തുകൊണ്ട് ന്യൂമോണിയ വരുന്നത് നിങ്ങൾ ആലോചിച്ചിനാ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ചുമക്കാൻ അറിയില്ല, ചുമച്ചാൽ തന്നെ അവർ തുപ്പില്ല. അപ്പോൾ ഈ തുപ്പാത്തത് കൊണ്ട് ഇപ്പോൾ അവർക്ക് കഫം വന്നു, ഇപ്പോൾ ത്രോട്ടിലെ കൂടെ നമ്മൾ കഫ് വന്ന സമയം നമ്മൾ എന്തൊക്കെ അത് ഔട്ട് ചെയ്യും, ഇവരെന്തൊക്കെ അതങ്ങനെ ഇറക്കും. ഈ ഇറക്കുന്ന സമയത്ത് അത് ഭയങ്കര സെക്രിയേഷനായിട്ട്, അതായത് സെക്രിയേഷനായിട്ട് മാറും. ഇവക്ക് ഫസ്റ്റ് എന്തെങ്കിലും അസുഖം വരും, ഫസ്റ്റ് ഈ ത്രോട്ടിനെടുക്കാൻ വേണ്ടി നല്ലൊരു സൗണ്ട് വരുത്തുക, ഓട്ടോമാറ്റിക്കായിട്ട് മേലോട്ട് വന്ന് അത് ഇറക്കി ഇവളെന്താക്കും, പിന്നെ ഈ മൂണാക്കിയിട്ട് മാറ്റും. അപ്പം ഇങ്ങനെ കുട്ടികൾ കുറുകുറുപ്പ് ഉണ്ടാകുന്ന സമയം തന്നെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടിയെ പിടിച്ച് ആദ്യം ഇരുത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ലോണം ചെസ്റ്റ് ഫിസിയോ എന്താക്കണം, ഈ രീതിയിൽ ചെസ്റ്റ് ഫിസിയോ ഇങ്ങനെ കൊടുക്കുക. ചെസ്റ്റ് ഫിസിയോ ഈ രീതിയിൽ കൊടുക്കുക. അപ്പം ചെസ്റ്റ് ഫിസിയോയിൽ 2-3 കാര്യങ്ങളുണ്ട്. അപ്പം കൂടുതൽ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ചെസ്റ്റ് ഫിസിയോ നിർബന്ധമായിട്ടും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രിവെൻറ്റ്, ഒരുപാടല്ലെങ്കിൽ കുറച്ച് പ്രിവെൻറ്റ് ചെയ്യാം. അങ്ങനെ ഇവരിങ്ങനെ ഇരുത്തിയിട്ടാകുമ്പോൾ ഇവർക്ക് ചുമ വരും. ഈ ചുമ വരുമ്പോൾ നമ്മൾ എന്താക്കും, ഇപ്പോൾ ഫസ്റ്റൊന്നും എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എന്തെന്നുണ്ടായിട്ടുണ്ടായിരുന്നു, ഈ മ്യൂക്കസ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതേപോലെ തന്നെ സക്ഷൻ, പിന്നെ ഇലക്ട്രിക് മെഷീൻ അല്ല, മാനുവൽ മെഷീൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും യൂസ്ഫുൾ ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് കഫ എങ്ങനെ പുറത്ത് വരില്ല, ഈ തൊണ്ടൻ്റെ ഇങ്ങേ ഭാഗത്ത് നിൽക്കും. അത് പുറത്ത് വന്നാലല്ലേ ഈ സെക്ഷൻ ചെയ്ത നമുക്ക് കിട്ടും. ഈ തിക്നെസ്സിലെ കഫ് എങ്ങനെ നമുക്ക് കിട്ടോ? ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മോക്ക് ഇങ്ങനെ കുറുകുറുപ്പ് ഞാൻ ഇങ്ങനെ ത്രോട്ടിന് ഇങ്ങനെ കൈവച്ച് വെക്കും, കുറുകുറുപ്പുണ്ട്. അപ്പോൾ ഈ കുറുകുറുപ്പ് ഉണ്ടാകുന്ന സമയത്ത് മോള് നല്ല മെല്ലെ കയ്യിലെടുത്ത് നല്ലോണം ഈ റിബ്സിൻ്റെ അടുത്തും ബാക്ക് സൈഡിൽ നല്ലോണം ഈ രീതിയിൽ മോളെ ചെസ്റ്റ് ഫിസിയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇരുന്നിട്ടാകുമ്പോൾ അവൾക്ക് ചുമ വരും. ഈ ചുമ വരുമ്പോൾ ഞാൻ എന്താക്കുക, ആസ് യൂഷ്വലി നമുക്കിപ്പോൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സക്ഷൻ മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരിത് കിട്ടുന്നില്ല. നമ്മളെ ഹാൻഡ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നാടൻ പ്രയോഗം തന്നെ പറയാം. ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താക്കുക, നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക, നെയിൽ മുറിക്കുക. എന്നിട്ടാകുമ്പോൾ ഈ കുട്ടീനെ ഇരുത്തി ഈ കുട്ടി ചുമക്കുമ്പോൾ ഈ ചുമക്കുന്ന സമയത്ത് ഇവള് കഫ് വരില്ല. തൊണ്ടയിൽ കൈയിടാം, വേറൊരു രക്ഷയില്ല. ഞാൻ തൊണ്ടയിൽ കൈയിടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചെയ്യാൻ കുറച്ച് പേടിയായിരിക്കേ. എന്നുവെച്ചാൽ ഞാൻ ചിന്തിക്കും ചിലപ്പോൾ കുട്ടിക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളെ തൊണ്ടയിൽ ഒരാൾ കൈയിട്ടാലുള്ള അവസ്ഥ എന്തൊന്നും നമുക്ക് പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ എൻ്റെ മോക്കും പറ്റൂല. പക്ഷെ ഞാൻ അന്നേരം ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷമം അവൾ അനുഭവിക്കുന്നതിൻ്റെ എത്രയോ 100 മടങ്ങാന്ന് ഇവൾ PIC പോയിട്ട് സഫർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇവൾ തൊണ്ടയിൽ കൈയിടുമ്പോൾ എനക്കെന്താവും, കഫം കിട്ടി. ഈ തൊണ്ടയിൽ കൈയിടുമ്പോൾ ഒന്നും കൂടി ടെൻഡൻസി വരും, ചുമക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താക്കി, ഈ ചെസ്റ്റ് ഫിസിയോ ചെയ്ത് അവളെ കൊണ്ട് ഇപ്പോൾ ചുമപ്പിച്ചിട്ട് എന്താക്കും, ആ കഫ് എല്ലാം ഞാൻ എടുക്കും. എല്ലാ ടൈമും ഇളകണമെന്നില്ല. ചില സമയത്ത് ഞാൻ എന്താക്കും, ഈ ഡോക്ടർ മിക്കവാറും ഇവൾക്ക് അസുഖം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കൺസൾട്ട് ചെയ്യാൻ പോകും ഡോക്ടറെ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, പസ്താലിൻ, പാരസ്റ്റമോൾ എന്നിവ തരും. അപ്പം അങ്ങനെ ഈ അസ്താലിൻ എന്ന് പറഞ്ഞ കഫം ഇളക്കുന്ന മെഡിസിൻ. അപ്പോൾ ഇതും കൊടുത്ത് ഈ ചെസ്റ്റ് ഫിസിയും കൊടുത്തവൾ കുറച്ച് ബെറ്ററാവും. ഇപ്പോൾ ഒന്നുമില്ല, ഒരു 1 വീക്ക് മുമ്പ് വരെ ഈ ഒരു മെത്തേഡ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്ക് പോയി. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം ആസ്പിറേഷൻ ശ്രദ്ധിക്കുക, പൊസിഷനിങ് ചെയ്യുക, ഈ ചെസ്റ്റ് ഫിസിയോ ചെയ്യുക, കുട്ടിയുടെ ഹൈറ്റിൽ കിടത്തുക. പിന്നെ കഫ് വരുന്ന സമയത്ത് മടിയിൽ ഇരുത്തിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ. ചില കുട്ടികൾ സമ്മതിക്കണമെന്നില്ല, ഈ ചില CP കുട്ടികൾ കടിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അവരെ വായിലെല്ലാം നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈൻ്റെ കഥ പോയി. പക്ഷെ എൻ്റെ മോള് എൻ്റെ കൈ കടിക്കില്ല, ഓക്കിപ്പോൾ മറന്നു ശരിക്കും. അതുകൊണ്ട് എൻ്റെ മോക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്, അത് നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഡേ കാണാം. ബൈ ബൈ ഗൈസ്.